ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. വാൾ പെയിൻറ്റിംഗ് ആണ്, അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് പരിചയമുള്ളൊരു ഫാമിലിയാണ്. പിന്നെ ഞാനങ്ങനെ ഒരുപാട് വാൾ പെയിൻറ്റിങ് ചെയ്യുന്ന ആളൊന്നുമല്ല. ചെയ്യുന്നത് കൂടുതലായിട്ടും നമ്മൾ ലീവ്സ്, ഫ്ലവേഴ്സൊക്കെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ അടയ്ക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ബേബിക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് ഇഷ്ടമാണ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സൊക്കെ വരയ്ക്കുന്നത്. അപ്പം എന്നോട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞു. അവൾക്ക് ഒരുപാട് റെഫറൻസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കുറേ ഇമേജസും കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു വർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ മോൾക്കും അത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ചെയ്താൽ മതി ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. പാലക്കാടാണ് കേട്ടോ സ്ഥലം വരുന്നത്. അപ്പം വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ചുവര് ഒരുപാട് പഴയ ഒരു ചുമരാണ്. എനിക്ക് തോന്നുന്നേ ഈ തേപ്പൊന്നും കഴിയാത്ത ടൈപ്പ് ചുമരാണ്. അപ്പം അതിൽ നമ്മൾ അക്രിലിക് പെയിൻ്റ് ആണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. അക്രിലിക് പെയിൻറ്റ് നമ്മുടെ ഈ ബ്ലാക്ക് കളറൊക്കെ കൊടുക്കുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വേഗം അബ്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു വാള്. നമ്മൾ വെള്ളം തട്ടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അബ്സോർബായി പോകുന്ന പോലെ. അപ്പോൾ കുറച്ച് കഷ്ടപ്പാട് വന്നു. കാരണം ആ ഒരു ബ്ലാക്ക് പെയിൻറ്റ് കാണുന്നില്ല, അത് ഒരുപാട് പെയിൻറ്റ് കൊടുത്തിട്ടാണ് ആ ഒരു ലെവലായത്. നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്തോറും അത് ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള കളേഴ്സിനൊന്നും വലിയ പ്രശ്നം വന്നില്ല കേട്ടോ. അതൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബ്ലാക്ക് ഒരുപാട് തവണ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാനതിൽ കാണിച്ചിട്ടില്ല. പിന്നെ മോള് ഞാനിതിങ്ങനെ പെയിൻറ്റ് കൊടുക്കാൻ നേരത്തെ അവളിങ്ങനെ വന്നിട്ട് ആൻറ്റി അതും കൂടെ ആഡ് ചെയ്യും ഇതും കൂടെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നുണ്ടായിരുന്നു. ആൾക്കൊരു പൂച്ചയുണ്ട്. അപ്പോൾ ഒരു പൂച്ചയുടെ ഒരു ചിത്രം കൂടെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയും വരയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കുറേ കൺഫ്യൂസ്ഡായി എവിടെ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട്. എന്നിട്ട് ഞാൻ വരയ്ക്കുന്ന ക്യാരക്ടറിൻ്റെ കൈയിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്ന രീതിയിലാണ് നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാവും. അവൾ അച്ഛൻ പറഞ്ഞ അവൾക്ക് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്നോട് ഒരെണ്ണം കൂടെ വരയ്ക്കുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ ഒരു ക്യാരക്ടറിന് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി എവിടെയെങ്കിലും വരച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടാവുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വരയ്ക്കാനൊന്നും നിന്നില്ല. കുറച്ച് സിമ്പിളായിട്ടൊരു പൂച്ചക്കുട്ടീനെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ മോള് പിങ്ക് കളർ കൊടുക്കുമോയെന്നൊക്കെ ചോദിച്ചു. ഓൾറെഡി ഒരു പിങ്ക് കളറാണ് വോള് വരുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു റെഡ് കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്.